എങ്ങനെയാണ് ഇതുപോലെ നമ്മൾ എടുക്കുന്ന ഫോട്ടോകളൊക്കെ നന്നായിട്ട് കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങും നടത്താൻ പറ്റുക? ഞാനിവിടെ ഉപയോഗിക്കുന്ന അഡോബിന്റെ ലൈറ്റ് റൂം ആണ്. നിങ്ങൾക്ക് സ്നാപ്സീഡോ മറ്റു സോഫ്റ്റ്വെയറുകൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തുന്നത്. എല്ലാത്തിനും ഒരേ പേര് തന്നെയാണ് ഉണ്ടാവുക. അത് ഇതിൽ ചെയ്യുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ. ഞാനിതിൽ കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇമേജ് തന്നെയാണ്. ഇത് എന്റെ ഫോണിൽ ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പൊ ഈ ഫോട്ടോ എന്റെ ഫോണിലുണ്ട്. ഞാനതിനെ ഓപ്പൺ ചെയ്യാണ്. ഷെയർ വിത്ത് ലൈറ്റ് റൂം കൊടുക്കുകയാണ്. ഷെയർ വിത്ത് ലൈറ്റ് റൂം കൊടുത്തപ്പോൾ ഇത് ലൈറ്റ് റൂമിൽ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി ഞാനിതിനെ കളർ ഗ്രേഡ് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാനിതിൻ്റെ എഡിറ്റിലേക്ക് പോയിട്ട് ഇതിൻ്റെ കളറും ലൈറ്റും ഹൈലൈറ്റ്സും ഷാഡോസും അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് എക്സ്പോഷർ കുറച്ചും കൂടി കൂട്ടുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഷാഡോ കുറച്ച് കുറക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലെ വൈറ്റ് കുറച്ച് കുറക്കുന്നു, ബ്ലാക്ക് കുറച്ച് കുറക്കുന്നു. ഇപ്പം ഏകദേശം ഇമേജ് ഈ ഒരു ടോണിലേക്ക് വന്നു. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് കുറച്ച് കുറക്കുകയാണ്. ഇനി ഇത്രയാണ് ഞാൻ ഇതിൻ്റെ ലൈറ്റിൽ ചെയ്ത് ഇതിനെയാണ് കളർ കറക്ഷൻ എന്ന് പറയുന്നത്. ഇനി കളർ ഗ്രേഡിംഗ് ആണ്. കളർ ഗ്രേഡിങ്ങിൽ നമ്മൾ കളറാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഇതിൻ്റെ വൈബ്രൻസ് കൂട്ടുകയാണ്. സാച്ചുറേഷനും വൈബ്രൻസും രണ്ട് തന്നെയാണ്. സാച്ചുറേഷൻ കൂട്ടുമ്പോൾ ഓരോ കളറും സാച്ചുറേറ്റഡ് ആവും. വൈബ്രൻസി കൂട്ടുന്ന സമയത്ത് ഈ ഫോട്ടോയിലുള്ള ന്യൂട്രൽ ആയിട്ടുള്ള കളറുകളെ ഒന്നും കൂടി വൈബ്രൻ്റ് ആക്കി മാറ്റും. അതാണ് ഇതിനും തമ്മിലുള്ള മാറ്റം. പിന്നെ അതിനുശേഷം ഞാൻ എഫക്ട്സിൽ പോയിട്ട് ഡി ഹൈസ് കുറച്ച് കൂട്ടി വെക്കുന്നു. അതായത് ഹെയ്സിനെ കുറച്ച് കുറക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ വിഗ്നെറ്റ് എഫക്റ്റിൽ പോയിട്ട് കുറച്ച് വിഗ്നെറ്റ്, ഇത് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വളരെ കുറച്ച് ഒരു എമൗണ്ടിൽ വെക്കും. അതിൻ്റെ റൗണ്ട്നെസ് ഏറ്റവും കൂട്ടി വെക്കും. അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് കുറച്ച് കൂട്ടി വെക്കും. ഇപ്പോൾ ഈ ഇമേജ് ഈ ഒരു ടോണിലേക്ക് എത്തി. ഈ ഇമേജ് ആദ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. അവിടുന്ന് ഈ ഇമേജ് ഇപ്പോൾ ഇങ്ങനെയായി. കുറച്ചും കൂടി ഒരു കളറും ഭംഗിയൊക്കെ വന്നു. ഇനി നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക, സേവ് കൊടുക്കുക. ഇതിലാദ്യം നമുക്ക് വേണ്ടത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. ഈ ഇമേജിലെ ലൈറ്റ് കൂടുതലാണോ, ഷാഡോ ആണോ കൂടുതലുള്ളത്, ബ്ലാക്ക് ആണോ, വൈറ്റ് ആണോ, ഹൈലൈറ്റ്സ് ആണോ, എന്താണ് കൂടുതലുള്ളത്, എന്താണ് കുറവുള്ളതെന്ന് നമുക്ക് ആദ്യമേ അറിയണം. എന്നിട്ട് വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ.